നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ പോയിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കാം. അയ്യോ, ഇതെന്തത്? മഴയല്ലേ? പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കിയത് കാണിച്ചു തരാം. കുഴപ്പമില്ല, എന്തായാലും മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സൈഡ് മാത്രം ചെയ്യാം, ബാക്കി നാളെ ചെയ്യാം, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്ത് തീർക്കുക, എന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുക, അതാണ് പരിപാടി. ഹലോ, നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. എലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ശരിക്കും എലി അല്ലായിരുന്നു എന്നും തോന്നുന്നു. 2 ദിവസം മുന്നേ അമ്മയും അച്ഛനും പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ഉടുമ്പ്, വലിയ ഉടുമ്പ് വീട്ടിലേക്ക് കയറി ബാക്കിലെ ഡോറ് തുറന്നിട്ടപ്പോന്ന്. എന്നിട്ട് ഇവരതിനെ ഇവിടെ നിന്ന് എല്ലാരും കൂടി ഓടിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയി, അവിടെ നിന്ന് എല്ലാരും ഓടിച്ച് അതിനെ അത് പോയി, എങ്ങോട്ടോ പോയി. അമ്മ പറയുന്നത് അമ്മ ഒരിക്കലും അതിനെ ഓടിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അതിനോട് തിരിച്ചു വരില്ല എന്ന്. അപ്പം പറഞ്ഞു വന്നത്, എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ഭയങ്കര സൗണ്ട് ആട്ടോ, പുലർച്ചയൊക്കെ ആവുമ്പോ മറ്റേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എലികള് തമ്മിലുള്ള അടിയും അവരുണ്ടാക്കുന്ന സൗണ്ടാണ്. അപ്പൊ ഞാൻ എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് അമ്മേനോട് പറയും, ഭയങ്കര സൗണ്ട് ആയിരുന്നല്ലോ എന്നൊക്കെ. പിന്നെ നമ്മുടെ എന്നും രാവിലെ എണീക്കുമ്പോ ബാക്ക് സൈഡിൽ ഓരോരോ കുഴിയായിട്ട് ഇതിങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ പൂച്ച വരാറുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പം ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിലും രാത്രി ഉണ്ടാവും, രാവിലെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഈ കഴിക്കുന്നത് ഈ ഉടുമ്പാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എന്റെ കൃഷികളും നശിപ്പിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഇവിടുന്ന് പോയതിനു ശേഷം ഇപ്പം കുഴിയുമില്ല, ചോറൊക്കെ അവിടെ തന്നെ ഉണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വിചാരിച്ചു, കുറെ അലമ്പാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അമ്മയച്ഛനും കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ബാക്കിലൊക്കെ കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോയിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കാം. ഓക്കെ, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ഹോം വ്ലോഗ്. ഇതാണിപ്പം ബാക്കിലെ അവസ്ഥ. ഇത് നമ്മളിങ്ങനെ ഒരു നെറ്റ് കെട്ടിയത്, പ്ലാസ്റ്റിക് എടുക്കാൻ വേറെ വരും. അപ്പൊ അത് മാത്രം ഇങ്ങനെ വെക്കും. മറ്റേ മീൻ മേടിച്ച കവറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിങ്ങനെ സെറ്റാക്കി വെക്കും. അപ്പൊ അതവിടെ ഇങ്ങനെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാം. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ മറ്റേ പുഴു തിന്ന് ഒക്കെ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് നല്ലോണം വൃത്തിയാക്കി വെക്കാം. ഈ സൈഡാണെങ്കിലും ആദ്യം നമുക്ക് ഈ നശിച്ചു പോയതൊക്കെ കട്ട് ചെയ്ത് കളയാം. അമ്മ, വെണ്ടൊക്കെ പിന്നി ഉണ്ടാവോ? ഇല്ലല്ലോ. ഇത് മറ്റേ ഫ്രൂട്ടാട്ടോ, ലോങ്കന്റെ. നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചപ്പം അതിന്റെ കുരു മുളപ്പിച്ചിട്ട് കുഴിച്ചിട്ടാ. ചാക്കുണ്ടായില്ല, ഇത് ഈ വെണ്ടക്കേന്റെ ഒക്കെ എടുത്ത് ഞാൻ കളഞ്ഞ്. അതൊക്കെ ഇട്ടിട്ടെ. എവിടെയാ?
എന്താ കൊട്ടയിൽ കൊള്ളൂല. ചാക്കിൽ അപ്പൊ കിടത്തി വെക്കാം. കഴിഞ്ഞിട്ട് വന്നാൽ അതിന്റെ ഇടയ്ക്ക് ചേന എന്തോ ഉണ്ടാവുണ്ടോ? ഇത് ചേനയല്ലേ? ഇത് ചേനയല്ലേ? ഇതാ ഒരു ചേനന്റെ മുകളിൽ ഇതുപോലെ ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ അത് മുറിച്ചിട്ട് വേറെ കുറിച്ചിട്ടാണ് അതുണ്ടായി. ഇവിടെ നടിച്ചു വരെ വൃത്തിയാവും. ഞാൻ ഇവിടെ വൃത്തിയാക്കാം. പക്ഷെ അതും കളയണക്ക് വേസ്റ്റ് ഇടാൻ സാധനം തരണം. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ഒരു കുടികാരനാണ്. മൂപ്പര് കുടിച്ച് ഇറുക്കൽ ചൂല ഇവിടെ. ഇത് ചക്കള ഇറുക്കൽ ചൂല എവിടെയാ? അല്ല, ഞാൻ അടിച്ചു തരാം. ഇറുക്കൽ ചൂല ഇവിടെ. ഓക്കെ, ഇത് ഇടാനേ. ആ, നമുക്ക് അങ്ങോട്ട് അടിക്കാം. മുളക് ഉണ്ട് ഇതിന്റെ മുകളിൽ പറിക്കാൻ. മുളക് മാത്രം ഒന്ന് കഴിച്ചു നോക്കണം. ആ, എരിവുണ്ടോ ഇല്ലയോ നോക്കാന്. വെറുതെ മുളക് കടിച്ച് തിന്നച്ച നമുക്ക് ചോറിന്. ബ്ലോഗ് എടുക്കണ്ട. എന്തൊക്കെയോ ഉണ്ട്. മുരിങ്ങമരം ഉള്ളതുകൊണ്ട് എന്തായാലും ഇതുണ്ടാവും. അല്ല, അപ്പൊ ഇതെന്തിനാ ഇങ്ങോട്ടാക്കുന്നത്? ഇങ്ങോട്ടാക്കിയിട്ട് വേസ്റ്റ് ഇതും കളയാം നമുക്ക്. എന്നിട്ട് പറഞ്ഞ് വൃത്തിയാക്കാം. എന്നിട്ട് പിന്നെ ഇതാക്കാം. ഇപ്പൊ ഇത് എന്താക്കണോ? പുല്ലൊന്നുമില്ലേന്ന് പറക്കേ. ഞാന് നമ്മളെ സ്കൂട്ടർ വെച്ച സൈഡിലും കൂടി ചെടി നടാതെ വിചാരിക്കും. അപ്പൊ അവിടുത്തെ മെറ്റലൊക്കെ പെറുക്കുക. അവിടെ കൊണ്ടിടണോ? അമ്മ പോയോ? കേട്ടില്ലേ? അപ്പോത്തിന് നെഗറ്റീവ് പറഞ്ഞു.
നോക്ക ആ ഒന്നത് പറയല്ല ഇത്. ഇവിടെയുള്ള പുല്ലൊക്കെ പറിച്ച് അടിച്ചു വാരി പോവാ. അച്ചാടെ ഒരു കത്തിണ്ട്, ബക്കറ്റിലൊന്നും എടുത്ത് തരുമോ? ആ കഴുകുന്നോടത്ത് ഇതൊന്ന് വെട്ടിക്കളയണം. ഇങ്ങോട്ട് ഇട്ടോ. ചെയ്യുന്നതാ അങ്ങനെ വിളിച്ചോ. അച്ഛൻ മതി, അങ്ങനെ വിളിച്ചോ. നേരാക്കാനാ മതിയോ? എന്താണ് എൽസിയ എൽസിയ ഇതവിടെ പൂച്ചക്കാട്ടും ഉണ്ട്. ഫോണില് ചാർജ് ഉണ്ടായില്ല, അപ്പൊ ഞാൻ ചാർജറിൽ ഇട്ടിട്ട്
എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ ചെമ്പരത്തി കുറേ വളർന്നിട്ടുണ്ട്, ഒക്കെ ഇപ്പൊ കട്ട് ചെയ്ത് താഴ്ത്തടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇനി ബാക്കി ഇവിടെ ഉള്ള കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട്. ഈ സൈഡും നമുക്ക് ഇവിടെ വൃത്തിയാക്കാം കേട്ടോ. ഈ സൈഡും ഒന്ന് വൃത്തിയാക്കാം. ബാക്കും വീടിന്റെ 2 സൈഡും കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലും മാത്രമേ ഉള്ളൂ. ഈ കല്ലാര ഇവിടെ ഇട്ടേ? ഇവിടെ സാധനം മുളച്ചു വരുന്നുണ്ട്. ഇതല്ലേ ധാരാണെങ്കിലോ മഴ പെയ്ത്. അച്ഛയുടെ കൊടുവാളൊന്നും ഇതാക്കണം. കയറെടുത്തില്ല അച്ഛ, വരില്ല ഹെൽപ്പ് ചെയ്യാൻ? ഏത് ഇതോ അമറിക്ക ഇതേ കണ്ടില്ല ഇങ്ങനെ. ഒരു ചെടിയൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ 8 മിനിറ്റ്. കൊമ്പ് നിൽക്കണ്ടല്ലേ? കത്തി എനിക്ക് വേണേ. എന്നൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ ഇതെന്തത്? സൈഡ് മാത്രം വൃത്തിയാക്കി നിർത്തച്ച. മഴയല്ലേ? മഴയത്താണോ? സൈഡും കൂടി വൃത്തിയാക്കണം ശരിക്കും. ഒരു വലിയ വണ്ടി ഒരു ചെറിയ വണ്ടി കിടന്നിട്ട് കുളിപ്പിച്ചോളൂ. ക്യാമറ തക്കണ്ടോ?
സൂസി കുളിക്കുക, എൽസ കുളിച്ചിട്ട് പോയി. കുളിക്കട്ടെ പോയിട്ട് കുളിക്കട്ടെ. ഇത് ബാക്കിലുള്ളതല്ലേ ഇവള് അടങ്ങി തരും തോന്നുന്നല്ലേ ഇവള്. പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കിയത് കാണിച്ചു തരാം. നമ്മളിതാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഒരു ഏരിയ ഒക്കെ മൊത്തം അടിച്ചു വാരി പുല്ലൊക്കെ പറിച്ചു മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത്. ഇത് മുട്ടത്തോട് ഇട്ടതാട്ടോ. അവിടെ ഒരു ബൊഗൈൻ വില്ല ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഈ സൈഡിലേക്ക് ഇപ്പം ചെമ്പരത്തിന്റെ കൊമ്പൊക്കെ വെട്ടി. ഇവിടെയും കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അടിച്ചു വാരി. ഈ സൈഡിലും പുല്ലുള്ളതൊക്കെ വെട്ടിയിട്ട് ഇവിടെയൊക്കെ അടിച്ചു വാരി. പുല്ല് എടുക്കുക, അടിച്ചു വാരി, അതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. അച്ഛൻ അമ്മ കുളിച്ചേ? ഇവിടെ നിലത്തൊക്കെ ഫുള്ള് വൃത്തിയാക്കി. വീണ്ടും നല്ല മഴ വരുന്നുണ്ട്. ഇവിടെ എല്ലാം പറിച്ചു കളഞ്ഞു. മുളകൊക്കെ ഉണ്ട്, അത് മാത്രം അവിടെ വെച്ചു. ഇതെന്താന്ന് അറിയില്ല. എന്തായാലും പൂട്ടൊക്കെ നോക്കുക. തിന്നാനുള്ളതൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുളകുണ്ട്, നമുക്ക് പറിക്കാം. ഇവിടെയൊക്കെ മുട്ടത്തോടെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് റോബസ്റ്റേന്റെ തൈയാണേ. ഇവിടെയുണ്ട്, അപ്പുറത്തുണ്ട് വലുത്. ഈ സൈഡ് കൂടെ കാണിച്ചാല് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ ഓൾറെഡി കുറച്ച് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചാക്കിലാക്കി വെച്ചതാ. നമുക്ക് ഈ ഒരു കാണുന്ന സ്പേസേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സൂസിന്റെ മുറിവൊക്കെ ഇതാ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തമ്മാ? അപ്പം ഇന്നത്തെ നമ്മുടെ എന്താ പറയാ വീടിന്റെ ചുറ്റുപാടും നമ്മൾ വൃത്തിയാക്കി. അപ്പം അച്ഛനായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായത്. നിങ്ങൾ കണ്ടില്ലേ, നമ്മള് ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലും ചെയ്യണം വിചാരിക്കുമ്പോഴാണ്. ഇത്ര ദിവസം ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് സുഖമായിട്ട് ക്ലീൻ ആക്കിയിരുന്നു. പക്ഷെ ഞാൻ മഴയാവാൻ കാത്തിരുന്നു. കുഴപ്പമില്ല, എന്തായാലും മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം ചെയ്യാം, ബാക്കി നാളെ ചെയ്യാം, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്ത് തീർക്കുക, എന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുക. അതാണ് പരിപാടി. അച്ഛൻ കുളിക്കില്ലേ? വണ്ടി എടുത്തേക്കണ്ട, അച്ഛൻ പറഞ്ഞല്ലോ. വണ്ടിയും കൂടി എടുത്തേക്കണ്ട, അതും കൂടി എടുത്തേക്കട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.